അസ്സലാമലൈക്കും ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈമുൻസ് കിച്ചൺ. നോമ്പായാലും പുഡിംഗ് തിന്നണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാക്കിയേ പറ്റൂ. ഒരാൾക്ക് തോന്നിയാൽ പിന്നെ അതെല്ലാവർക്കും തിന്നണം തിന്നണം എന്നുള്ളൊരു തോന്നൽ വരികയും ചെയ്യും. അപ്പം പിന്നെ നോമ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കി കിട്ടണം ഒരു പുഡിംഗ്. മാത്രമല്ല അതിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ ഭയങ്കരമായിരിക്കണം. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പം ബ്രെഡും ഇവിടെ ഉണ്ട്. അപ്പം പിന്നെ കാരമലൈസ്ഡ് ബ്രെഡ് പുഡിംഗ് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരമലൈസ്ഡ് പുഡിംഗ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അത് ഏത് ഫ്ലേവറിലായാലും ഏത് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്താലും ഭയങ്കര ടേസ്റ്റുമാണ്. ഒരുപാട് മെനക്കേടുമില്ലല്ലോ. ഞാനിത് നോമ്പെട്ടിന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അന്നത്തെ ആ വ്ളോഗിൽ കാണിക്കാതെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് കാണാം ടേസ്റ്റി കാരമലൈസ്ഡ് ബ്രെഡ് പുഡിംഗ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 3 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിൻ്റെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ബ്രെഡ് പുഡിംഗ് ഒരു നല്ലൊരു ക്രീം കളറാണ്. അപ്പോൾ ആ ഒരു വൈറ്റ് പാർട്ട് മാത്രമേ നമുക്ക് ബ്രെഡിൻ്റെത് വേണ്ടുള്ളൂ. സൈഡൊക്കെ ആകുമ്പം കളറ് മാറിപ്പോവും. പിന്നെ ഈ സൈഡ് നമുക്ക് വേണമെങ്കിൽ ബ്രെഡ് ക്രംസിനൊക്കെ യൂസ് ചെയ്യാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മിക്സി ജാറിലേക്ക് ഈ ബ്രെഡ് നമുക്ക് ചെറുതായിട്ടങ്ങ് പീസാക്കി ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1-2 പൾസിനൊന്നങ്ങ് അടിച്ചെടുക്കാം. ഒരുപാടങ്ങ് പൗഡർ ആവണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ക്രംസായിട്ട് കിട്ടിയാൽ മതി. അപ്പം ഞാനിപ്പം ബ്രെഡ് അങ്ങനെ ക്രംസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്കൊരു കാരമൽ ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ടൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കാരമലാക്കി എടുക്കാം. ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുന്നു എന്ന് കാണുമ്പം മീഡിയം ലോ ആക്കി വെച്ചിട്ട് നന്നായിട്ട് ബ്രൗൺ കളറാക്കി എടുക്കാം. ഡാർക്ക് ബ്രൗൺ ആവണ്ട, ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പം നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പം നല്ല കളറായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് നേരെ നമുക്ക് എന്ത് ചെയ്യാം, പുഡിംഗ് ബൗളിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് വെക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഒരു പുഡിംഗ് ബൗളിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇതിപ്പം ലെവലായി കിട്ടിയില്ല എന്നുണ്ടെങ്കിലും പേടിക്കണ്ട, കാരണം വേവിച്ചെടുക്കുമ്പം അതങ്ങ് മെൽറ്റായിട്ട് എല്ലാ ഭാഗത്തും അങ്ങ് സ്പ്രെഡ് ആയിക്കോളും. ഇനി ഇതിവിടെ മാറ്റി വെച്ചിട്ട് നമുക്കൊരു പുഡിങ്ങിൻ്റെ ബാറ്റർ ഉണ്ടാക്കാം. ഒരു ജ്യൂസറിലേക്ക് ഞാനിപ്പോൾ ഒരു 2 ഗ്ലാസോളം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇടുന്നുണ്ട്. ഇത് കുറച്ച് സ്വീറ്റ് ആവുന്നത് നല്ലതാണ്, കാരണം വേവിച്ച ശേഷം നമ്മളിത് ഫ്രിഡ്ജിലേക്കൊന്ന് തണുക്കാനായിട്ട് വെക്കും. അപ്പോൾ സ്വീറ്റ് കുറച്ച് കുറഞ്ഞു പോയാലോ. ഇപ്പോൾ ഒരു 4-4.5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. പാൽപ്പൊടിക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം കേട്ടോ. പിന്നെ അതേപോലെ ഒരു 1/2 ടീസ്പൂണോളം വനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആദ്യം ഒന്ന് നന്നായിട്ടൊന്നങ്ങ് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഇപ്പോൾ നന്നായി ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ പൊടിച്ചിട്ടുള്ള ആ ബ്രെഡിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാനായിട്ട് ഒരു പൾസിനൊന്ന് ഇട്ടാൽ മതി. അങ്ങനെ ബ്രെഡ് പൊടി ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടെ നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ പുഡിങ്ങിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം, ആ പുഡിംഗ് ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കാരമൽ ഒഴിച്ചിട്ടുള്ള ആ ബൗളിലേക്ക് ഒഴിച്ചിട്ട് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ ഒരു ഇഡ്ഡലി ചെമ്പാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഇഡ്ഡലി തട്ടിനെ കുമ്പെടുത്തി വെക്കാം, തല തിരിച്ചിട്ട് വെക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ പുഡിംഗ് ബൗൾ വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ടൊരു മാക്സിമം ഒരു അരമണിക്കൂർ എന്തായാലും ഇത് വേവാനായിട്ട് സമയമെടുക്കും. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ അരമണിക്കൂർ വേവിച്ചിട്ട് കുറച്ച് സമയം ഞാനൊന്ന് ചൂടാറാനായി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇതിപ്പോൾ കാണിക്കുന്നത്. നന്നായിട്ട് ചൂടൊക്കെ ആറിയതിന് ശേഷം മാത്രമേ നമ്മളിത് പ്ലേറ്റിലേക്ക് തിരിച്ചിടാവൂ. നന്നായി ചൂടാറി വന്നാൽ പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ ആ പുഡിംഗ് അങ്ങ് വിട്ട് വന്നോളും. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് തിരിച്ചിടാം. ആ, നമ്മുടെ പുഡിംഗ് ഇപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട്. കാരമൽ ഒക്കെ എല്ലായിടത്തും അങ്ങ് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1-2 മണിക്കൂർ ഒന്ന് തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഞാനിപ്പോൾ ഇതൊരു ഉച്ചയോട് കൂടിയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എന്തായാലും മഗ്‌രിബ് നോമ്പ് തുറക്കുമ്പോൾ അല്ലേ എനിക്ക് വേണ്ടു, അത്രയും സമയം ഇത് ഫ്രിഡ്ജിൽ കിടന്നിട്ടൊന്ന് തണുക്കട്ടെ. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അങ്ങനെ ഇത് നന്നായിട്ട് തണുപ്പിച്ചിട്ട് നോമ്പൊക്കെ തുറന്ന ശേഷം എടുത്ത് പുറത്ത് വെച്ചതാണ്. കാരമലൊക്കെ കണ്ടോ, നന്നായിട്ട് അങ്ങ് പുറത്തൊക്കെ ഒഴുകി പോയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് അങ്ങ് സെർവ് ചെയ്യാം. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കാരമൽ കോക്കനട്ട് പുഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാരമൽ കോഫി പുഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ലിങ്കൊക്കെ ഞാൻ താഴെ കാണിക്കാം. എല്ലാവരും വീഡിയോസ് കാണണം കേട്ടോ. ഇതിപ്പം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതൊന്ന് തിന്ന് നോക്കാം.
അപ്പം അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള കാരമൽ ബ്രെഡ് പുഡിംഗ് ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം ഈ പുഡിംഗ് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ അപ്പോൾ ഇടുന്ന വീഡിയോസൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അപ്പം റമദാൻ വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.